ഇക്കാലം അത്രയും ഇതുപോലൊരു ചതി എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. തന്റെ മരുമകളെ ഞാൻ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം താനും സാക്ഷിയായിരുന്നില്ലേ? ഒരക്ഷരം മിണ്ടാതെ താൻ നിന്നത് തന്റെ മകനെ രക്ഷിക്കാനായിരുന്നു അല്ലേ? എന്റെ മകളാ ദേവിക, അവളെയാ താനൊക്കെ കൂടി ചതിപ്പെടുത്തിയത്. നിന്റെ ഭാര്യയല്ലേ അവള്? ആ പാവത്തിനെ ചതിക്കാൻ നിനക്ക് എങ്ങനെയാ തോന്നിയത്? അത്രയ്ക്ക് ദുഷ്ടനായി പോയല്ലോ നീ. എന്തായാലും ശരി, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആ പ്ലാൻ അനുമതി വാങ്ങിക്കൊടുത്തതെന്ന് എനിക്കറിയണം. മിണ്ടാ എന്നിട്ട് കാര്യമില്ല പ്രഭ, എനിക്കറിഞ്ഞേ പറ്റൂ. അച്ഛാ, ഞാൻ പറഞ്ഞതിനെ കാരണം കെവിനെ സഹായിക്കേണ്ട ഒരു ആവശ്യം വന്നു. കെവിന്റെ പരിചയക്കാരനാ കെ നായര്. കെവിൻ നിർബന്ധിച്ചപ്പോ അനുസരിക്കേണ്ടി വന്നു. അച്ഛാ, എനിക്കൊരു ജീവിതം തന്നവനല്ലേ അവൻ. അവനൊരാവശ്യം പറയുമ്പോ ചെയ്തു കൊടുക്കണ്ടേ അച്ഛാ? നമുക്കൊരു സഹായം ചെയ്തു വെച്ച് നമ്മൾ അഴിമതിക്ക് കൂട്ടിക്കണമെന്നുണ്ടോ? ഇത് കണ്ടിട്ട് ആ ജോലി തന്നെങ്കിൽ ആ ജോലി വേണ്ടാന്നും പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് വരണമായിരുന്നു. നീ നിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇങ്ങനെ ഭീരുവായിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യമാടാ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജീവിക്കുന്നെങ്കിൽ മാന്യനായിട്ട് ജീവിക്കണം. സിദ്ധു, ഞങ്ങൾ തെറ്റ് ചെയ്തു. ചില സന്ദർഭത്തിൽ നമ്മൾ തെറ്റും ശരിയൊന്നും നോക്കില്ല. അതുപോലൊരു സന്ദർഭത്തിൽ അങ്ങ് ചെയ്തു പോയതാ. ക്ഷമിക്ക് സിദ്ധു. ഇല്ല, ഞാൻ ക്ഷമിക്കില്ല. മരിക്കുവോളൂ ഈ ചതി എന്റെ നെഞ്ചിൽ ഒരു മുറിപ്പാട് പോലെ കിടക്കും. പിന്നെ ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല, ദേവിയോടാ. അവൾ ക്ഷമിക്കുമോ നിങ്ങളോട്? ഞാൻ അവളെ കുത്തുവാക്കു പറയെ അകറ്റി നിർത്തി അവഹേളിക്കുകയൊക്കെ ചെയ്തപ്പോ തനിക്ക് അവളോട് സഹതാപം തോന്നിയില്ലല്ലോ. നീ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണല്ലേ അവള്? മനുഷ്യത്വവും ദയയും കാരുണ്യൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് ഇത്രയ്ക്ക് അങ്ങ് പറ്റിപ്പോയോ? അച്ഛാ, ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്നോ? അറിയാതെ സംഭവിക്കുന്ന അബദ്ധം. ഇത് പൂർണ്ണമായി അറിഞ്ഞിട്ടും വരും വരായികൾ അറിഞ്ഞിട്ടുവാ നിങ്ങൾ ചെയ്തിരിക്കുന്നേ. അത് അബദ്ധമല്ല, തെറ്റാ, ക്രൈമാ. അതിന് ശിക്ഷ തന്നെ വേണം. ഏത് രൂപത്തിലെങ്കിലും കിട്ടും. ആ പ്ലാന്റ് കാരണം വെളപ്പിൻകോടെ ജനങ്ങൾ അനുഭവിക്കുന്നതിലും വലിയ മാനസിക സമ്മർദ്ദം ദേവിക അനുഭവിച്ചു. എന്നിട്ടും അവൾ അവസാനം വരെ നിങ്ങളെ ഒറ്റ കൊടുത്തില്ല. ആ കെവിന്റെ ഇസബെല്ലയുടെ ഇടപെടലിൽ എനിക്ക് സംശയമുണ്ട്. അവരുടെ ഉള്ളിൽ മറ്റെന്തോ ലക്ഷ്യമുള്ളതുപോലെ. ഒക്കെ ഞാൻ കണ്ടുപിടിക്കും. ഇസബെല്ലയോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ രീതിയിൽ അങ്ങനെ തുടരണ്ട. ദേവിക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും നീ ഇവിടെ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞു കേട്ടോടാ. പ്രഭ, മക്കള് വഴിപിടിച്ച് പോകുമ്പോ അതിന് കുട പിടിച്ചു കൊടുത്തിട്ടുള്ള അമ്മമാര് അവസാനം വേദനിച്ചിട്ടേ ഉള്ളൂ. തെറ്റിന്റെ പാതയിലൂടെ കയറി വിടുമ്പോ അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ആശ്വാസമായിരിക്കും. പിന്നീട് നടന്നു തീർക്കേണ്ട ദൂരം അപകടത്തിലൂടെയാ. തിരുത്താൻ പറ്റാത്ത തെറ്റിലൂടെ പോകാതെ താൻ തന്റെ മോനെ തിരുത്തണമായിരുന്നു.